ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ദിവസം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പാലക്കാട് വടക്കഞ്ചേരിയിൽ. അപ്പോൾ ഹൗസ് വാമിംഗ് ആണ്, എൻ്റെ ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു, എൻ്റെ ഫാമിലിയിലുള്ള. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് വേണ്ടി ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8-8:30 പൊള്ളിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു ഏരിയ എല്ലാം ഒരു പറമ്പിലാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നേരെ പാർക്ക് ചെയ്ത നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോയിട്ട് കാറൊക്കെ എടുത്ത് ഒരു 8-8:30 കൊള്ളിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അത്തിച്ചീനെയും ഉമ്മച്ചീനെയും പിക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇക്കായും പിള്ളേരും അതുപോലെ തന്നെ അത്തിച്ചിയും ഉമ്മച്ചിയായിട്ടാണ് നമ്മൾ വടക്കഞ്ചേരിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഓൾറെഡി വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ കറുവപ്പള്ളിയിലെ തോരണങ്ങളൊന്നും ഇതുവരെ ഊരിയിട്ടില്ല കേട്ടോ, മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അത്തച്ചീനും അമ്മച്ചീനെയും പിക്ക് ചെയ്യാനായിട്ട്. കാര്യം കുറച്ച് നേരത്തെ ഇറങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ. അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ തന്നെയായിരുന്നു, വലിയ ചൂടില്ലാത്ത ക്ലൈമറ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും അത്തിച്ചി വീട്ടിൽ കയറുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മുകളിൽ നിന്ന്. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാനായിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം വീട്ടിലായിരുന്നു. അങ്ങനെ ഇക്കായും അത്തിച്ചിയും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേളിൽ നിന്ന് എടുത്തിട്ട് നമ്മളങ്ങനെ പോയിട്ടോ. അപ്പോൾ കാറൊക്കെ ജസ്റ്റ് വാഷൊക്കെ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഗ്ലാസ്സിലൊക്കെ ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ആലുവ കഴിഞ്ഞ് അഭിരാമി വെജിറ്റേറിയൻ കഴിക്കാമെന്ന് ഓർത്ത് നേരെ അഭിരാമിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളും അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഇത്താത്തായും വരുന്നുണ്ടായിരുന്നു. അവർ നെട്ടൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം അവരും ലൊക്കേഷൻ ഞങ്ങൾ ഫുഡിൻ്റെ അഭിരാമി ഹോട്ടലിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ അവരും വന്നു കേട്ടോ. അപ്പോൾ ഇത്താത്തായും ഇക്കായും അതുപോലെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ ഇച്ചുവിനും ഭയങ്കര സന്തോഷമായി. അവരെ മതി, ആദീനെ ഭയങ്കര കാര്യമാണ്, ഇത്താത്തയുടെ മോനെ ഭയങ്കര കാര്യമാണ് എൻ്റെ ഇച്ചുവിന്. അങ്ങനെ പിന്നെ അവളെ പിടിച്ച് അടുത്തൊക്കെ ഇരുത്തി ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ട് കഴിക്കാമെന്ന് ഓർത്ത് എല്ലാവരും നെയ് റോസ്റ്റും അതുപോലെ തന്നെ ഞാൻ പൂരി മസാല, ഉമ്മച്ചിയും അതുപോലെ തന്നെ ഇത്താത്തയുടെ ഹസ്ബൻഡ് പൂരി മസാലയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ കട്ട പോസ്റ്റും കിട്ടി. അത് വന്നപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ലേറ്റായി. അങ്ങനെ പിന്നെ അത്തിച്ച് പിള്ളേർക്കൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു ആ സൈഡിൽ കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൂരി മസാല വന്നപ്പോൾ അധികം ഹെവിയായിട്ട് കഴിച്ചില്ല, കാര്യം അത്രയും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാ വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. അപ്പം ഒരു പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഞാൻ ഇക്കാക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് തന്നെ ചിപ്സ് പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും കുറിക്കാനൊക്കെ വേണമല്ലോ എന്നും പറഞ്ഞിട്ട് ചിപ്സും അതുപോലെ തന്നെ ചക്ക വറുത്തത്, പിള്ളേർക്ക് സ്വീറ്റ്സ് അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോയി കുതിരാൻ ടണൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ അതൊരു കൗതുകമായിരുന്നു, മലയുടെ ഉള്ളിൽ കൂടിയൊക്കെ പോകുന്നത് കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ ഇച്ചൂസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു പുറത്തെത്തുന്നവരെ. ഉമ്മി എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ഇരുട്ട് കുത്തിയ പോലെ ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ പോയി ഒരു കുതിരാൻ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടൊരു ചെറിയൊരു സ്പോട്ട് എത്തിയപ്പോഴേക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ചെറിയ രീതിയിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡ്രസ്സിൽ ആക്കുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ വടക്കഞ്ചേരിക്ക് പോയി ചിന്നമാട് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ പോയി ലൊക്കേഷൻ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം. അങ്ങനെ ഫൈനലി നമ്മുടെ
ഡെസ്റ്റിനേഷൻ എത്താറായി. അങ്ങനെ വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടേജിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനലി ചിന്നമ്മയുടെ വീട്. മിസ് ചിന്നമ്മയുടെ നല്ല രീതിക്കാണ് ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഫർണിഷൊക്കെ ചെയ്തേക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. 3 ബെഡ്റൂമും ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു വീടൊക്കെ കാണാനായിട്ട്. നമ്മുടെ കസിൻ തന്നെയാണ് വീട് കാര്യങ്ങൾ ഇൻറ്റീരിയറും അതുപോലെ തന്നെ വീടൊക്കെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു നല്ല രീതിക്ക് തന്നെയാണ് പണിതിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ റൂമിലും കബോർഡ് വർക്ക്സ് ആണെങ്കിലും ടൈലാണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അതുപോലെ തന്നെ താത്തായും ഫുള്ള് വീടൊക്കെ ചുറ്റി കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നേരെ താഴത്തേക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ റൂമൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് കയറി ഇറങ്ങിയൊക്കെ കണ്ടു. കാരണം നമ്മൾ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് വീട് കാണാതെ പോകുന്ന മോശമാണല്ലോ, അതും ഞങ്ങളുടെ സിനിമയുടെ. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാം കണ്ടിട്ട് നമ്മൾ താഴത്തേക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ താഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ പിന്നെ വീടൊക്കെ കണ്ട് പിള്ളേരായിട്ട് താഴത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഫുഡ് ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡൊക്കെ പിള്ളേർക്ക് വാരി കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടാമത് പിന്നെയാണ് കഴിക്കാനിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഫുഡ് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കസിൻസൊക്കെ ആയിട്ട് ഭയങ്കര കത്തിവെക്കലൊക്കെ ആയിരുന്നു. ഞങ്ങൾ കസിൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പെരുന്നാൾ പോലെയാണ് ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതെൻ്റെ 2 ഇത്താത്തമാരുടെ പിള്ളേരാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ 2 ആൺതരികളാണുള്ളത്. അങ്ങനെ അവന്മാരൊക്കെ ആയിട്ട് ഓരോന്നും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പിന്നെ തിരിച്ച് പാലക്കാട് കൊല്ലങ്കോട് പോകാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും നമ്മൾ വടക്കഞ്ചേരി വരെ വന്നതല്ലേ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ 8ൻ്റെ പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് മാത്രമല്ല നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊല്ലങ്കോട് അവിടെ കൊല്ലങ്കോട് പ്ലേസ് എത്താൻ തന്നെ 6-6:30 മണിയാകും. അപ്പോൾ പിന്നെ നമ്മൾ റിട്ടേൺ തിരിച്ച് പോന്നു. കാര്യം അവിടെ നിന്നില്ല. പോകുന്ന വഴിക്ക് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഓരോ വണ്ടിയും പയ്യാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു കൊല്ലങ്കോട് എത്തണേൻ്റെ ആ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും നമ്മൾ റിട്ടേൺ തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊല്ലങ്കോട് ആ മലയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം വരാമെന്നുള്ള വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് റിട്ടേണിലേക്ക് പോയി. ഓൾമോസ്റ്റ് നമ്മൾ കുറച്ച് ഓടി കഴിഞ്ഞിട്ട് ഒരു പാടവും വരമ്പൊക്കെ കണ്ടപ്പോഴേക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം, പിള്ളേരെയൊക്കെ അതിൽ കൂടിയൊക്കെ നടത്താമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു
സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നെല്ലിൻ്റെ ഒരു ചെറിയ കൃഷി പോലെയൊക്കെ ചെയ്തിട്ട് അതിനെ നടുക്കത്ത് കൂടി വരമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ അതേ കൂടിയൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ആണെങ്കിലും ഇസുവിനാണെങ്കിലും ഫസ്റ്റ് കണ്ടപ്പോഴേക്കും ഉമ്മി എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ അവരും കാണുന്നതൊക്കെ. അങ്ങനെ പിന്നെ അവളമാർ അതിൽ കൂടി ആദ്യം ഏജൊക്കെ ആയിട്ട് ഇക്കാമാരൊക്കെ ആയിട്ട് അങ്ങോട്ടും അവർ നടന്നേ പോയി. അങ്ങനെ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞാനും ഉമ്മച്ചിയും അത്തച്ചിയും ഇത്താത്തയും ഇക്കായൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പിള്ളേർ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ പിന്നെ റിട്ടേണിൽ പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പല രീതിയിലായിട്ടായിരുന്നു നമുക്ക് നടക്കാനായിട്ടുണ്ടായിരുന്നത്. അറ്റം വരെ പോകാമായിരുന്നു. ഇക്കായൊക്കെ അറ്റം വരെ പോയി, ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എടാ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ നടന്നു വരുന്ന സ്റ്റൈലാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരായിട്ട് പിന്നെ റിട്ടേൺ നമ്മൾ പോകാം, കുറേ നേരമായി നിന്നിട്ട്. അങ്ങനെ പിന്നെ പിള്ളേരെയൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വാപ്പിയും മക്കളൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരെയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവളമാർ ചെറിയ രീതിയിൽ ഡാൻസൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നതാണത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് വീഡിയോക്ക് പോസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ റിട്ടേൺ അവർ കാറിലേക്ക് തന്നെ കയറാൻ പോയി. അങ്ങനെ പിന്നെ നമ്മളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് കാറിലേക്ക് പോയിട്ടോ. കാര്യം നമ്മളിപ്പോൾ തിരിച്ചാലേ അവിടെ എത്തുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ പോയി ഒരു 9:30 കൊള്ളിച്ച് നമ്മൾ എറണാകുളത്ത് റിട്ടേൺ എത്തി. ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അത്തച്ചീനെയും അമ്മച്ചീനെയും വീട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.